പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ക്ലാസ്സിന് പോവാണേ. ക്ലാസ്സിന് പോകുമ്പോഴുള്ള ഈ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് കുറച്ച് ഹാർഡായിരുന്നു. മഴ പെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ ഈ മാങ്ങയൊക്കെ ചപ്പിക്കിടക്കുന്നതില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് എൻ്റെ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അവൻ്റെ കൂടെയാണ് പോകുന്നത്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും ഇവനെ നിർത്താണ്ടുള്ള കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഇവനെ കാണുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കുറേ കഥകളുണ്ടായി. അമ്പലത്തിൽ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ആധികാരികമായ സംസാരിച്ചതിന് ശേഷം ട്രിപ്പ് വിശേഷങ്ങൾ പറയുന്നു. അങ്ങനെ എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഈ ഒരു എന്താ പറയുക, ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അത് കാണാൻ എന്തോ ഒരു ഭംഗിയുണ്ടായി. അപ്പം ഞാനിതൊക്കെ പറയുന്നുണ്ട്. ചില സമയം അങ്ങനെയാണല്ലേ. അങ്ങനെ നമ്മൾ കോളേജിൻ്റെ അങ്ങോട്ടേക്ക് എത്തി. കോളേജിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ നമ്മളെയും കാത്തിൻ്റെ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഒരു മഞ്ഞക്കിളി. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളിത് ഏച്ചിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പം നടന്ന് ചെല്ലുമ്പോൾ തന്നെ ഏച്ചി എനിക്കൊരു സാധനം തരുന്നുണ്ട്. അത് ഞാവൽപ്പഴം എന്നാണ് നമ്മളെ ഇവിടെയൊക്കെ പറയുക, ഞാറക്ക അങ്ങനെയൊക്കെ പറയും. അപ്പം നോക്കുമ്പോൾ കോളേജിൻ്റെ എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് ഈ ഒരു മരം ഉണ്ടായി. അപ്പോൾ അവിടെ ഇത് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ബ്രണ്ണൻ കോളേജിൻ്റെ ഫ്രണ്ടിൽ പോയാൽ ഈ സാധനം പെറുക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളിതാ ആ ഒരു സംഭവം പെറുക്കിയെടുത്തതുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറുന്നു. ക്ലാസ് കഴിഞ്ഞ് ഇൻ്റർവെല്ലിൻ്റെ ടൈമിന് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സാറിൻ്റെ ട്രിപ്പ് എക്സ്പീരിയൻസ് പറയാണ്. സാർ ഒരു ആർട്ടിസ്റ്റാണ്, എന്താ പറയുക, സാറ് സകലകലാ വല്ലഭനാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിക്കാൻ പോകുമ്പം അവിടെ ചെന്നിട്ട് കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. കാരണം ഉച്ചവരെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ മെയിൻ ലക്ഷ്യം ഫുഡ് കഴിക്കാനായിരുന്നു. എവിടെ പോയി ഫുഡ് കഴിക്കുന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാൾക്ക് മുന്നേ ശ്രീനാരായണ ഹോട്ടലിൽ പോയിട്ടുണ്ടായി, കൂത്തുപറമ്പ്. എന്നാൽ പിന്നെ നമുക്ക് വെച്ച് വൈകിപ്പിക്കേണ്ട, അങ്ങോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞ് നമ്മളിതാ ശ്രീനാരായണ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്നപ്പം എന്തോ ഭാഗ്യത്തിന് വേഗം സീറ്റൊക്കെ കിട്ടി. ഫുഡെല്ലാം ഷടപെടേന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങാനും പോവാണ്. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.